ഞാൻ ഹോമിയോ ഡോക്ടർ ദാസ്. സുഹൃത്തുക്കളെ, ഇന്ന് തലകറക്കം അഥവാ വെർട്ടിഗോയെക്കുറിച്ചും അതിനുള്ള ഹോമിയോ മരുന്നുകളെക്കുറിച്ചും സംസാരിക്കാം. തലകറക്കം ഉണ്ടാകുന്നത് പലരിലും പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലർക്ക് ചെവിയുടെ അസുഖം കൊണ്ടുണ്ടാകാം, ചിലർക്ക് ഞരമ്പ് സംബന്ധമായ അസുഖം കൊണ്ടാകാം, ചിലർക്ക് ഓൾഡ് ഏജ് വയസ്സായതുകൊണ്ടുണ്ടാകുന്ന തലകറക്കം ഉണ്ടാകാം, ചിലർക്കാകട്ടെ മെൻ്റൽ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകാം, വയറിനോടനുബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ടും തലകറക്കം ഉണ്ടാകാവുന്നതാണ്. ചിലർക്കാകട്ടെ ഒച്ച കേൾക്കുമ്പോൾ, കൂടുതൽ ശബ്ദം കേൾക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടാം. ചിലർക്കാകട്ടെ പൂവിൻ്റെ മണം കേൾക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടാറുണ്ട്. കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും തലകറക്കം ഉണ്ടാകാറുണ്ട്. ചിലർക്ക് വെയിലത്ത് കൂടുതൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാലും തലകറക്കം അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ പലർക്കും പല രീതിയിലുള്ള തലകറക്കമാണ്, പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന തലകറക്കമാണ് ഉണ്ടാകുന്നത്. ഇതിനുള്ള ഹോമിയോ മരുന്നുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ചെവിയുടെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന തലകറക്കത്തിനാണ് ചിന്ന സൾഫും തെരീഡിയവും നിർദ്ദേശിക്കാറുള്ളത്. നെർവ് സംബന്ധമായ അസുഖം കൊണ്ടുണ്ടാകുന്ന തലകറക്കത്തിനാണ് ഫോസ്ഫറസും ഓക്കുലസും നിർദ്ദേശിക്കാറുള്ളത്. പ്രായമായൊരിക്കൽ ഓൾഡ് ഏജിൽ വരുന്ന തലകറക്കത്തിന് അംബ്രാഗ്രീസിയയും ആഴ്സനിക് അയോഡൈഡുമാണ് ഹോമിയോ മരുന്നുകൾ. മെൻ്റൽ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന തലകറക്കത്തിനാണ് നക്സോമിക്കയും ആർജൻ്റ് നൈട്രിക്കവും. ഒച്ച കൂടുതൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കത്തിനാണ് നക്സോമിക്കവും തെരീഡിയവും. പൂവിൻ്റെ മണം അടിക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കത്തിന് നക്സോമിക്കയും ഫോസ്ഫറസുമാണ്. കണ്ണിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന തലകറക്കത്തിന് കൊണയവും ജെൽസീമിയയുമാണ് ഹോമിയോ മരുന്നുകൾ. കൂടുതൽ വെയിൽ കൊണ്ടുണ്ടാകുന്ന തലകറക്കത്തിന് അഗാരിക്കസും നേട്രം കാർബുമാണ് മരുന്നുകൾ. ഇങ്ങനെ ഓരോ തലകറക്കത്തിനും ഓരോ മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ നിർദ്ദേശിക്കാറുള്ളത്. ഇത് ജനറലായിട്ട് പറഞ്ഞിട്ടുള്ള മരുന്നുകളാണ്. ഒരു ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഹോമിയോ മരുന്നുകൾ കഴിക്കാവൂ.